അതെ, നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെ കല്യാണ സാരി അഥവാ പുടവ എടുക്കാൻ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. എൻ്റെ കല്യാണത്തിന് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ കല്യാണ സാരി അഥവാ പുടവ എടുക്കുന്നത് എം ലോഫ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്ന്. കല്യാണത്തിന് സാരി എടുക്കണമെന്നുള്ളതും എം ലോഫ്റ്റിൽ നിന്ന് തന്നെ സാരി എടുക്കണമെന്നുള്ളതും എൻ്റെ ഒരൊറ്റ വാശിക്കുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ജോയലേട്ടനെ കാണാൻ പറ്റുക, ഒരു സെലിബ്രിറ്റിയെ കാണുന്നത് പോലെ തന്നെ പുള്ളി ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളത് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. ശരിക്കും ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി എന്ന് പറയുന്ന കളർ ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചതായിരുന്നു, പീക്കോ കളറ്. എൻ്റെ റെഫറൻസ് അതിലും രസമുള്ള റെഫറൻസ് ആയിരുന്നു. ബാഹുബലി 2 അനുഷ്ക ഷെട്ടിയുടെ പീക്കോക്ക് ഔട്ട്ഫിറ്റ് ആയിരുന്നു എൻ്റെ ആ ഒരു റെഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ കുറേ പീക്കോ കളർ ട്രൈ ചെയ്തപ്പം എന്തോ എനിക്ക് ചേരുന്നില്ല. സാരിയൊക്കെ അടിപൊളിയാണ്, കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻസ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ്. അതിൻ്റെ തിരക്ക് ആ കടയിൽ കാണാനുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ പീക്കോ കളർ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും ആരുടെ മുഖമൊന്നും അങ്ങോട്ട് തെളിയുന്നില്ലായിരുന്നു. എന്തോ എനിക്ക് ചേരുന്നില്ലായിരുന്നു, എനിക്ക് തന്നെ തോന്നി എനിക്ക് ചേരുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ആ പീക്കോ കളർ വേറെ മാറ്റി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാനും അവസാനം തീരുമാനിച്ചു. കാരണം പീക്കോ കളർ എനിക്കെന്തോ സ്യൂട്ടാവുന്ന ഒരു കളറായിരുന്നില്ല. ആ ഒരു കളർ ഉടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അവസാനം ഒരു രക്ഷയില്ലാതെ ജോയലേട്ടനോട് തന്നെ ചോദിച്ചു ഒരു സജഷൻ. കാരണം പീക്കോ കളർ വിട്ടുകൊടുക്കാൻ എനിക്ക് അത്ര മൈൻഡ് ഇല്ലായിരുന്നു. നമുക്ക് ഇതൊന്നും നോക്കാം, പക്ഷെ മറ്റൊന്നും പോരായിരിക്കും. കാരണം ഫേസിലേക്ക് വരുന്നത് ഈ കളറാണ്, ഫേസിലേക്ക് വരുന്നത് ഈ കളറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് മോർ ബ്രൈറ്റർ. നമുക്ക് നോക്കാം, വേറെ കൂടെ നോക്കാം. പച്ച കളർ നമ്മുടെ മുസ്ലിങ്ങളാണ് വലിയ പാടാണ്. ഇതെല്ലാം ഇതിൻ്റെ പല പല ഷെയ്ഡ്സും പല പല ചെറിയിലും ഉള്ളതാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ, ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതിനോട് പറ്റുന്ന വിധത്തിലുള്ളത് ഇതാ, വെറുതെ ഇരുന്ന് എടുത്ത് നോക്കുന്നു. പല പല കൺസെപ്റ്റാണ് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ. ചില ആൾക്കാർക്ക് ബ്രൈറ്റർ വേണം, ചില ആൾക്കാർക്ക് ബ്രൈറ്റർ വേണം, വെറൈറ്റി കളറാണ് വേണം. അപ്പം അങ്ങനെ പല പല സ്റ്റേജ് നിൽക്കുമ്പോൾ തിളങ്ങും, മറ്റേത് ഇരുണ്ട് നിൽക്കും. അങ്ങനെ അവസാനം പീക്കോ കളർ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു ഗൈസ് അവരെല്ലാവരും കൂടി. പിന്നെ ആദ്യം അത് കഴിഞ്ഞിട്ട് വന്ന സാരി ആണെങ്കിൽ കുറച്ച് കളറ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് വെറുതെ നമുക്കൊന്ന് പേസ്റ്റൽ കളർ ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത സാരിയാണ് കേട്ടോ ഇത്. അവസാനം ഈ സാരി തന്നെ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഉടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ടേസ്റ്റുകൾ ഇങ്ങനെയാണ്. അഹാനയുടെ ശരിക്കും പറഞ്ഞാൽ അവരുദ്ദേശിച്ചിരുന്ന സാരി റെഡായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം റെഡ് അങ്ങനെ പറഞ്ഞ ശരി പീസ് ഭയങ്കര ഹിറ്റായിരുന്നു. ആ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡായിരുന്നു. ഞാൻ പറയുന്ന ഇതിനാണെങ്കിൽ ഹാൻഡ് കൊടുക്കേണ്ടത്. ഹാൻഡ് വളരെ നമ്മൾ 10,000-15,000 രൂപയ്ക്ക് മിനിമം അത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അത്ര ഇഷ്ടമുള്ളത് ഓക്കെ പിക്ചർ
സാരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെയുള്ള എൻ്റെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് എം ലോഫ്റ്റിലെ ബെല്ല് റിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. സുഖാണ്. വീഡിയോ എൻ്റെ സാരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് 2 ഉമ്മച്ചിമാർക്ക് സാരി എടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ആദ്യം ഷീനാമച്ചിക്കാണ് ഈ ഒരു സാരി ജില്ലത്തച്ചി സെലക്ട് ചെയ്തത്. വെച്ച് നോക്കിയപ്പോഴാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പോലെ 2 പേർക്കും നല്ല പോലെ ചേരുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരി ഷീനാമച്ചി ഉടുത്തപ്പോൾ തന്നെ ഉമ്മച്ചിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അടുത്ത ആവശ്യം വന്നു, ഈ സാരി ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എന്ന്. അങ്ങനെ അവസാനം ഉമ്മച്ചി ഒന്ന് വെച്ച് നോക്കി. 2 പേർക്കും ഒരേപോലത്തെ സാരി മതിയെന്ന് തീരുമാനമായി. 2 പേരും കല്യാണത്തിന് ഒരേപോലെ സാരി ഉടുക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരേപോലെ മുണ്ടും ഷർട്ടും ഇടാമെന്ന് അത്തിമാരും തീരുമാനിച്ചു. അങ്ങനെ ഒരു യുണീക്നെസ് ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഹൈലൈറ്റ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും അടിപൊളി ഫാമിലിയിലോട്ടാണ് ഞാൻ ചെന്ന് കയറുന്നത്. കാരണം എനിക്ക് വലിയ വ്യത്യാസമൊന്നും, എൻ്റെ അത്തച്ചി പോലെ തന്നെ ഒരു അത്തച്ചിയും എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയുള്ള ഒരു അമ്മച്ചിയും ആ ഒരു വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തത് പോലെയാണ് എന്നെ. അങ്ങനെയാണ് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒരേപോലെയാണ്. അവർ 2 പേരും കാണാനും, അവർ 4 പേരെയും കാണാനും ഏകദേശം ഒരുപോലെയൊക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എം ലോഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ എം ലോഫ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് ഈ കല്യാണ സാരി, അതായത് പുടവ. അവിടുത്തെ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഇതിൽ അവർ പ്രാർത്ഥിച്ച് അതിനുശേഷം കാഞ്ചീപുരമാണ്, പ്യുവർ കാഞ്ചീപുരമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ കാഞ്ചീപുരം എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളതാണ് ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജോയലേട്ടൻ്റെ വൈഫ് മരിയ ചേച്ചി എന്താ ഒരു സഹകരണം പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ ഓരോ സ്റ്റാഫാണെങ്കിലും എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ നമ്മളോട് സഹകരിക്കുന്നതാണെങ്കിലും, നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിക്കുന്നതാണെങ്കിലും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നതാണെങ്കിലും നമ്മളോട് ഇടപെടുന്ന ആ ഒരു രീതി തന്നെ പക്ക 10 out of 10 ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. എം ലോഫ്റ്റ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയും. എൻ്റെ എം ലോഫ്റ്റ് എക്സ്പീരിയൻസ് അപാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എനിക്ക് എം ലോഫ്റ്റ്. അത് കഴിഞ്ഞ് എനിക്ക് വെഡ്ഡിങ്ങിനുള്ള സാൻഡൽസ് കൂടി എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവല്ലായി ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ സിൽക്കോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വെഡ്ഡിങ്ങിനുള്ള സാൻഡൽസ് എടുത്തത്. അത്യാവശ്യം നല്ല കളക്ഷനാണ്. സിൽക്കോൺ ആവുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമാണ് സിൽക്കോൺ. കാരണം എൻ്റെ നിക്കാഹിൻ്റെ ടൈമിലും സിൽക്കോണിൽ നിന്ന് തന്നെയായിരുന്നു. സിൽക്കോൺ ഈസ് ഓൾവേസ് അടിപൊളി ആയതുകൊണ്ട് തന്നെ അവിടുന്ന് സാൻഡൽസും എടുത്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലിങ്ങ് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ലോഗായിട്ട് വരുന്നിടം വരെ ടാറ്റാ.